പേരാമ്പ്രയിൽ വെൽഫെയർ പാർട്ടി വിളിച്ചു ചേർത്ത കൺവെൻഷൻ യുഡിഎഫിന്റെ പ്രചാരണ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നില്ല എന്ന വിശദീകരണവുമായി സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ. കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നത് വിവാദമായതോടെയാണ് പ്രതികരണം. വെൽഫെയർ പാർട്ടി കൺവെൻഷനിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും ഫാത്തിമ തഹ്ലിയ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുടെ നോട്ടീസിൽ താങ്കളുടെ പോസ്റ്റർ വരുന്നു, താങ്കളുടെ മുഖം വരുന്നു, പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറയുന്നു. പിന്നീട് കുറേ സമയം അവിടെ നാടകീയതയായിരുന്നു, വയ്യാതെയായി ആശുപത്രിയിലായെന്ന് പറയുന്നു, പങ്കെടുത്തില്ല. എന്താണത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നാടകീയത ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയുള്ള ഷെഡ്യൂളിൽ ഉച്ചയ്ക്ക് അവസാനിച്ചത് ജാനകി വയലില. ആ ജാനകി വയലിൽ കൊടും ചൂടായിരുന്നു. 2-3 ദിവസമായിട്ട് ഉറക്കവും പ്രശ്നമുണ്ട്. BP ലോ ആയതിനെ തുടർന്ന് കുറ്റ്യാടിയുള്ള അമാന ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ഡ്രിപ്പ് ഇടേണ്ടി വന്നു. അതിനിടയിൽ പിന്നെ സംഭവിച്ചത് ഞാൻ നിങ്ങളെ മീഡിയയിൽ ന്യൂസ് വന്നു എന്ന് അറിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ ആൾക്കാർ പറയുന്നത് താങ്കളോട് സംസാരിച്ച് താങ്കളുടെ അനുവാദം വാങ്ങിയിട്ടാണ് നോട്ടീസിൽ അത്തരത്തിൽ മുഖം പതിച്ചത്, പേര് പതിച്ചത്. അങ്ങനെയാണ് ആ പരിപാടി ഷെഡ്യൂൾ ചെയ്തത് എന്നുള്ളതാണ്. പിന്നീട് എങ്ങനെയാണ് അതിൽ നിന്ന് പിന്മാറിയത്? പിന്നെ ബാക്കി വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയുടെ വ്യക്തത അവരോട് സംസാരിക്കേണ്ടി വരും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഷെഡ്യൂൾ ഇടുന്നത് കമ്മിറ്റിയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ കമ്മിറ്റിയുമായി സംസാരിക്കുക. അതിനപ്പുറത്തേക്ക് ആസ് എ കാൻഡിഡേറ്റ് എനിക്ക് ഇതിനപ്പുറത്തേക്ക് റസാഖ് പാലേരി ഉൾപ്പെടെ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു ഇന്നലെ പേരാമ്പ്രയിൽ നടന്നത്. അതിൽ പറയുന്നത് ഈ CPM BJP ഡീല് തകർക്കാൻ UDF-നെ സപ്പോർട്ട് ചെയ്യുക, UDF-നെ വിജയിപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ പേരാമ്പ്രയിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലുടനീളം വെൽഫെയർ പാർട്ടി ആർക്ക് പിന്തുണ നൽകണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഒരു പോയിന്റ് എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ വരെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് LDF കഴിഞ്ഞ കാലങ്ങളിൽ ജയിച്ചിട്ടുള്ളത് എന്ന് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഓർത്താം. LDF ആരോപിക്കുന്നത് നമ്മുടെ സമുദായത്തിൽ ഉൾപ്പെട്ട കുട്ടി അവർക്ക് വോട്ട് നൽകണമെന്നുള്ള പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും വീട്ടിൽ അത്തരത്തിൽ ഒരു പ്രചാരണം നടത്തിയിട്ടുണ്ടോ? ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഞാൻ UDF-ന്റെ കുട്ടിയാണ്. ഞാൻ ഇവിടെ ഈ നാട്ടിലുള്ള അമ്മമാരുടെ, ഉമ്മമാരുടെ, ഇവിടെയുള്ള അച്ഛന്മാരുടെ കുട്ടിയാണ്. ഇവിടെയുള്ള വിദ്യാർത്ഥികളോടൊപ്പം നടക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ നാടിൻ്റെ വളർച്ച, ഈ നാടിൻ്റെ പുരോഗതിയാണ് എൻ്റെ ലക്ഷ്യം. സമുദായത്തിലെ കുട്ടി എന്നുള്ള രീതിയിൽ ഒരിടത്തും വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. UDF-ന്റെ കുട്ടിയാണ്. ആ നിലയിലാണ് ഓരോ വീടുകളിലും കയറി ഓരോ ആളുകളോടും വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്നുള്ളതാണ് ഫാത്തിമ തഹ്ലിയ പറയുന്നത്.